പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് വമ്പൻ കാര്യങ്ങൾ പോലും, അതായത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചു പലരും കമൻറ്റ് പറഞ്ഞ കാര്യമാണ്, സിമ്പിളായിട്ട് നടന്നു കിട്ടിയിട്ടുണ്ട്. ആ അത്ഭുതകരമായൊരു ദുആ മഹാനായ മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന എഫക്റ്റീവായ ദുആയാണ്. ആ ദുആ ഒന്ന് പരിചയപ്പെടാൻ നമുക്ക് എപ്പോൾ ചൊല്ലണം, എത്രയാണ് ചൊല്ലേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നടക്കുക അറിയേണ്ടത്. നമുക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഫജറിൻ്റെ ഫാമിലി കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം നൂറുകണക്കിന് ആവശ്യങ്ങൾ, മുറാദുകൾ മനസ്സിൽ കൊണ്ടുവന്ന് നടക്കുന്നവരാണ്. ഈ ആവശ്യ നിർവഹണത്തിന് ഒരുപാട് ദിക്റുകൾ, ദുആകൾ നമ്മൾ ചൊല്ലുന്നവരും ചെയ്യുന്നവരുമാണ്. എന്നാൽ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് വളരെ സിമ്പിളായി, എഫക്റ്റീവായി അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരു ദുആ മഹാനായ ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ, മഹാനായ ജീലാനി റഹ്മഹുല്ല തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ള കിതാബുൽ ഗുനിയയിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റീവായൊരു ദുആയുണ്ട്. ആ ദുആ നമ്മുടെ ആവശ്യങ്ങൾ അത്ഭുതകരമായി വീട്ടി തരാൻ അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്ന ദുആയാണ്. ഒരുപാട് പേർക്ക് അനുഭവമാണ്. അൽഹംദുലില്ലാഹ്. ആ ദുആ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതിൻ്റെ എഫക്റ്റ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ധരണിയാണ് മഹാനവറുകൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ലഹു ഇലല്ലാഹി ഹാജത്തുൻ മുഹിമ്മത്തുൻ. ഒരാൾക്ക് അല്ലാഹുവിൽ നിന്നും ഒരു മുഖ്യമായ ആവശ്യം, വളരെ പ്രഗത്ഭമായ ഒരു കാര്യം, ഒരു വലിയ കാര്യമാണ്. അത് പലപ്പോഴും ആളുകളൊക്കെ പറഞ്ഞു അത് നടക്കാൻ സാധ്യത കുറവാണ്, ഒന്ന് നോക്ക് അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അതായത് കുറച്ച് ടഫാണ് സംഗതി. അങ്ങനെയുള്ള വമ്പൻ കാര്യമാണെങ്കിൽ പോലും, അതായത് മലയോളം ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പോലും എന്താ ചെയ്യേണ്ടത്? ഫൽ യുസ്ബിൽ ഉളൂഅ, പൂർണ്ണമായും സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് ഉളൂ എടുക്കണം. നമ്മൾ സാധാരണ ഒരു നിർബന്ധ ബാധ്യതയായി എടുക്കുന്ന ഉളൂ പോലെ, പ്രത്യേകിച്ച് ഈ തണുപ്പും മഴ സീസണൊക്കെ വരുമ്പോൾ ഉളൂ നിർബന്ധമായ ഭാഗം മാത്രമാക്കുന്നൊരവസ്ഥയുണ്ട്. അത് മാർക്ക് കുറഞ്ഞ അവസ്ഥയാണ്. ഉളൂ എപ്പോഴും താമായിട്ട് കാമിലാക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കണം. അവയവങ്ങൾ കഴുകുമ്പോൾ പരമാവധി കയറ്റണം. ഇപ്പോൾ നെറ്റിയിൽ മുടി മുളച്ചു തുടങ്ങുന്ന ഭാഗം മുതലാണ് അതിൻ്റെ താഴ്ഭാഗത്തേക്കാണ്. താടയിൽ നമ്മുടെ ഈ എല്ലിൻ്റെ എൻഡിങ് പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടെയാണ് നീളം, വീതി 2 ചെവിക്കുറ്റിയുടെ ഇടയിലുള്ള ഭാഗം. എന്നാൽ അതിൻ്റെ മുകളിലേക്ക് മുഖം കഴുകുമ്പോൾ ആ കഴുകൽ കൂട്ടൽ പ്രത്യേകം സുന്നത്താണ്. അത് ഇസ്ബാഗുൽ ഉളുവിൻ്റെ ഉളു താമാകുന്നതിൻ്റെ ഒരു ഭാഗമാണ്. കൈ കഴുകുമ്പോൾ കൈമുട്ട് വരെയാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. അപ്പോൾ കൈമുട്ട് വരെ അങ്ങനെ കഴുകി പോകുന്നൊരവസ്ഥയുണ്ട്. എന്നാൽ ഈ കഴുകുന്ന വേളയിൽ തോള് വരെ അതിൻ്റെ സുന്നത്തായ ഭാഗമാണ്, തോള് വരെ. അപ്പോൾ തോള് വരെ കയറ്റി കഴുകുമ്പോൾ ഉളു താമാകുന്നൊരവസ്ഥ ഉണ്ടാകും, പൂർണ്ണമാകുന്നൊരവസ്ഥ ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം. അങ്ങനെ കാല് കഴുകുമ്പോൾ ഞെരിയാണി വരെ, ആ എല്ലിൻ്റെ ഭാഗം വരെയാണ് നിർബന്ധമുള്ളൂ. പക്ഷെ മുട്ട് വരെ, നമ്മുടെ കാൽമുട്ട് വരെ കഴുകൽ നിർബന്ധമാണ്, സുന്നത്താണ്. അപ്പോൾ ആ സുന്നത്ത് പാലിക്കുന്നതിലൂടെ എന്തുണ്ടാവും? ഇസ്ബാഉൽ വുളു ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, തല തടവുമ്പോൾ ജസ്റ്റ് തലയുടെ പരിധിയിലുള്ള മുടി തടവിയാൽ മതി. എന്നാൽ ആണായാലും പെണ്ണായാലും തല മുഴുവൻ തടവാന്ന് പറയുന്നത് സുന്നത്താണ്, ഇസ്ബാഉൽ വുളുവിൻ്റെ ഭാഗമാണ്. വുളു പൂർണ്ണമാകുന്ന 100 മാർക്ക് കിട്ടുന്ന വുളു ആണ്. നിസ്കരിക്കുമ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നിസ്കാരത്തിൽ ഒരു സാന്നിധ്യം പ്രത്യേകം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കിട്ടും, നിസ്കാരത്തിന് പ്രത്യേകത ഉണ്ടാവും. ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട, വാത് പറഞ്ഞ് കേട്ട് പോകേണ്ട കാര്യമില്ല, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പോൾ ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അങ്ങനെ വലിയൊരു കാര്യം നടക്കണമെന്ന് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സിമ്പിളാണ്. ഫൽ യുസ്ബിഹുൽ ഉളുഅ, താമായിട്ട് എല്ലാ സുന്നത്തുകളും പാലിച്ച് നിങ്ങൾ ഉളു എടുക്കണേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് ഫൽ യുസല്ലി റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിക്കണം. 200 അല്ല, 20 അല്ല, ഓൺലി 2, 2 റകഅത്ത് നിസ്കരിക്കുക. യഖറഉ ഫിൽ ഊല ബിഫാത്തിഹത്തിൽ കിതാബി വ ആയത്തുൽ കുർസി.
ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം മനോഹരമായി ആയത്ത് കുർസി പാരായണം ചെയ്യണം. ഒറ്റവട്ടം ഒരു തവണ മതി. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ ഫാത്തിഹയും ആയത്ത് കുർസിയുമാണ് ഓതേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക വഫി സ്ഥാനിയത്തി ബി ഫാത്തിഹത്തിൽ കിതാബി ആമന റസൂൽ. ആമന റസൂൽ ബിമാ ഉൻസിലൈഹി. ആ ആമന റസൂലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് ആമന റസൂൽ എന്ന് തുടങ്ങുന്ന അവിടെ മുതൽ തീരുന്നവരെ കംപ്ലീറ്റ് ചെയ്യാം. ആ ഭാഗം വരെ ആമന റസൂൽ പാരായണം ചെയ്യാം രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട്. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ പിന്നെ സാധാരണ പോലെ നിസ്കരിച്ച് അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുക. അത്തഹിയ്യാത്ത് മസീഹ് ദജ്ജാൽ വരെ ഓതണം. സുന്നത്ത് നിസ്കാരം എന്ന് വെച്ച് എഡിറ്റ് ചെയ്യാൻ പാടില്ല. മസീഹ് ദജ്ജാൽ വരെ ഓതിയിട്ട് വയദ്ഉ ബിഹാദ ദുആഇ ഫഇന്നഹാ തുഖ്ലാ. ഈ നിസ്കാരം അങ്ങോട്ട് രണ്ട് റക്അത്ത് സിമ്പിളായിട്ട് നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ആയത്ത് കുർസി ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ ആമന റസൂൽ ഓതുക. സാധാരണ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുക, അത്തഹിയ്യാത്ത് പൂർണ്ണമായിട്ട് ഓതുക, മസീഹ് ദജ്ജാൽ കഴിയുക, സലാം വീട്ടുക. സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ 3 വട്ടം പറഞ്ഞിട്ട് നമ്മൾ വയദ്ഉ ബിഹാദ ദുആഇ ഫഇന്നഹാ തുഖ്ലാ. ഈ ദുആയും കൂടെ ചെയ്തു കൊടുത്താൽ ഉറപ്പായിട്ടും ആഗ്രഹം വീട്ടപ്പെടും. അത്ഭുതകരമാണ്. അനുഭവിച്ചറിയേണ്ട ഒരു കേസാണിത്. ഇത് വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങളാകുമ്പോൾ ഒരു വെള്ളിയാഴ്ച സംസ്കരിക്കുന്നു, അല്ലെങ്കിൽ തിങ്കളാഴ്ച സംസ്കരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്പെടുന്ന എന്നാണോ രാവോ പകലോ ഇഷ്ടമുള്ളപ്പോൾ നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല, എപ്പോഴും പറ്റും. ഇത് സ്വലാത്തുൽ ഹാജത്തിൻ്റെ ആവശ്യ നിർവഹണത്തിൻ്റെ സുന്നത്ത് നിസ്കാരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിയ്യത്ത് വെക്കുമ്പോൾ സ്വലാത്തുൽ ഹാജത്തിൻ്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. നിയ്യത്ത് മനസ്സിലായല്ലോ? സ്വലാത്തുൽ ഹാജത്ത് അല്ലെങ്കിൽ ആവശ്യ നിർവഹണത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ഇത് തന്നെ അങ്ങനെ നിയ്യത്ത് ചെയ്യുക. നിയ്യത്ത് ചെയ്തിട്ട് വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക. ഒന്നാമത്തെ റക്അത്തിൽ ആയത്ത് കുർസി ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് സൂറത്തിൻ്റെ സ്ഥാനത്ത് ആമന റസൂൽ ഓതുക. സിമ്പിളാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുക, തഹിയ്യാത്ത് പൂർണ്ണമായിട്ട് ഓതുക, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുക. എന്നിട്ട് ഈ ദുആ ചെയ്യുക. എഫക്റ്റീവാണ്. ഈ ദുആ കണ്ട് ഓതിയാൽ മതി. നിസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ, ഒരു കുഴപ്പമില്ല. ഫോണിൻ്റെ സ്ക്രീനിലോ എഴുതിയെടുത്തോ എങ്ങനെയും ഓതാം. അൽഹംദുലില്ലാഹ്. ആ ദുആ ഒന്ന് പരിചയപ്പെടാം. ആ ദുആയും അതിൻ്റെ മീനിങ്ങും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ വളരെ എഫക്റ്റീവാണ്. ഇതാണ് ആ ദുആ. ഹംദും സ്വലാത്തും പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദുആയിലേക്ക് കിടക്കാം. ഹംദും സ്വലാത്തും പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ യാ മുഅ്നിസ കുല്ലി വഹീദിൻ വയാ സ്വാഹിബ കുല്ലി ഫരീദിൻ വയാ ഖരീബൻ ഗൈറ ബഈദിൻ വയാ ഷാഹിദൻ ഗൈറ ഗായിബിൻ വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബിൻ അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ഹയ്യിൽ ഖയ്യൂം الذي لا تأخذه سنة ولا نوم وأسألك باسمك بسم الله الرحمن الرحيم الحي القيوم الذي عنت له الوجوه وخشعت له الأصوات ووجلت منه القلوب أن تصلي على محمد وعلى آل محمد وأن تجعل لي من أمري فرجا ومخرجا وتقضي حاجتي. الحمد لله. ഇതാണ് ആ ദുആ. ഈ ദുആയിൽ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ മഹത്വങ്ങൾ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി പറയുക, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുക, മഹത്വങ്ങൾ പറയുക. എന്നിട്ട് അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവെ നിൻ്റെ നാമം കൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നിൻ്റെ പരിശുദ്ധ നാമം മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിൻ്റെ ഒരിക്കലും ഒരു ക്ഷീണമോ തൂങ്ങിയുറക്കമോ ഒന്നുമില്ലാത്ത, എല്ലാറ്റിനും ആക്റ്റീവാകുന്ന, എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹുവിനോട് ബിസ്മിയുടെ മഹത്വം കൊണ്ടാണ് ചോദിക്കുന്നത്. ആ മഹത്വങ്ങളൊക്കെ പറഞ്ഞു, സ്വലാത്തൊക്കെ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. എന്നിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. അതാണ് ഈ കാര്യത്തിൽ എനിക്കൊരു ആശ്വാസവും രക്ഷാമാർഗവും നീ നൽകണേ റബ്ബേ, എൻ്റെ ആവശ്യം നീ നിറവേറ്റി തരണേ അല്ലാ. വതഖ്ലി ഹാജതി. അപ്പോൾ ഉറപ്പായിട്ടും ആ കാര്യം മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇത് വേണ്ട ചെയ്യുക. അൽഹംദുലില്ലാഹ്. എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് തന്നെ യഥേഷ്ടം ചെയ്യാം. നിസ്കാരം പാടില്ലാത്ത സമയത്തൊഴിച്ച് ബാക്കി ഏത്, ഇപ്പോൾ അസർ നിസ്കാരം കഴിഞ്ഞിട്ട്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്, സൂര്യൻ മധ്യത്തിൽ നട്ടുച്ച സമയത്ത്, ഈ സമയത്തൊന്നും നിസ്കരിക്കാൻ സാധാ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ലാത്തൊരു സമയമുണ്ടല്ലോ, ആ സമയത്തൊഴിച്ച് ബാക്കി ഏത് സമയത്തും പറ്റും. ഇത് ഖളാ ആകുന്നൊരു പ്രശ്നമല്ല, ഖളാ വീട്ടേണ്ട പ്രശ്നമല്ല. അതായിൻ എല്ലാ സമയത്തും ഇത് ഒരേപോലെയാണ്. അപ്പോൾ രാത്രിയും പകലും ആവർത്തി നിസ്കരിക്കാം. പകൽ നിസ്കരിക്കാം, രാത്രി നിസ്കരിക്കാം. എഫക്റ്റീവാണ്. വെള്ളിയാഴ്ചയിൽ നിസ്കരിക്കാം, തിങ്കളാഴ്ച നിസ്കരിക്കാം, ചൊവ്വാഴ്ച, ഏത് ദിവസം വേണമെങ്കിലും നിസ്കരിക്കാം. ആവശ്യങ്ങൾ മുന്നിട്ട് വരുമ്പോൾ അത് അമ്രുൽ മുഹിമുൻ,
പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണെങ്കിൽ പോലും സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന പ്രഗത്ഭമായ ഒരു എഫക്റ്റീവായ നിസ്കാരവും ദുആയുമാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം. തെറ്റുകൂടാതെ ഈ ദുആ ഒന്ന് ചൊല്ലണം, മനസ്സറിഞ്ഞ് ഒരു 1-2 വട്ടം ചൊല്ലി മനസ്സിലാക്കിയിട്ട് വേണം നിസ്കരിച്ചിട്ട് നമ്മൾ ഈ ദുആ ചെയ്യാൻ. ദുആ ഒന്നുകൂടെ പരിചയപ്പെട്ടിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു എല്ലാ ബറക്കത്തും നൽകട്ടെ. ദുആ ചെയ്യുന്ന കമൻറ്റിൽ വരുന്ന എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ദുആ ജസ്റ്റ് ഒന്നുകൂടെ. അല്ലാഹുമ്മ യാ മുഅ്നിസ കുല്ലി വഹീദിൻ വയാ സ്വാഹിബ കുല്ലി ഫരീദിൻ വയാ ഖരീബൻ ഗൈറ ബഈദിൻ വയാ ശാഹിദൻ ഗൈറ ഗായിബിൻ വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബിൻ അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحي القيوم الذي لا تأخذه سنة ولا نوم وأسألك باسمك بسم الله الرحمن الرحيم الحي القيوم الذي عنت له الوجوه وخشعت له الأصوات ووجلت منه القلوب أن تصلي على محمد وعلى آل محمد وأن تجعل لي من أمري فرجا ومخرجا وتقضي حاجتي. الحمد لله وآخر كلامي الحمد لله. السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.